നമസ്കാരം. ജെം ടോക്സിലേക്ക് സ്വാഗതം. അങ്ങനെ കാത്തിരുന്ന പോളിംഗ് കഴിഞ്ഞു. ഇന്ന് പോളിംഗ് ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ മണ്ഡലങ്ങളുടെയും വിജയസാധ്യതകളെക്കുറിച്ച് മുന്നണികളുടെ വിലയിരുത്തലുകളും കണക്കൂട്ടലുകളും നടക്കുകയാണ്. 78.3% പോളിംഗ് നടന്നതായിട്ടാണ് ഒടുവിലത്തെ കണക്ക്. ഇനി പോസ്റ്റൽ വോട്ട് ഉൾപ്പെടെയുള്ള ചില വോട്ടുകളുടെ കൂടി പെർസെൻറ്റേജ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് എന്തായാലും 79% മുകളിൽ പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും കഴിഞ്ഞ 3 പതിറ്റാണ്ടിൽ ഇടയിൽ ഉണ്ടായ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം ഉയരാനായിട്ട് 2 കാരണമുണ്ട്. ഒന്ന്, ഈ SIRൻ്റെ അതായത് അതിതീവ്ര ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് വോട്ടുകൾ എണ്ണിമാറ്റി, നിർജ്ജീവ വോട്ടുകളൊക്കെ വെട്ടിമാറ്റിയതിൻ്റെ ഫലമായിട്ട് വോട്ടർമാരുടെ എണ്ണം അല്ല വോട്ടുകൾ കുറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും പെർസെൻറ്റേജ് കൂടും. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള ഒരു വർധന ഇത്തവണ ഉണ്ട്. ഏകദേശം 5 ലക്ഷം വോട്ടുകളുടെ വർധനയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇത്രയുമൊക്കെ വെട്ടിമാറ്റിയിട്ടും ഇത്രയും വർധന കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും വോട്ടർമാരുടെ ഇടയിലുണ്ടായ ഒരു ആവേശമാണ്. മാത്രമല്ല, ഇന്നലെ പോളിംഗ് ബൂത്തുകൾ പോയവർക്കെല്ലാം അത് പ്രകടമായിരുന്നു. സാധാരണ തെരഞ്ഞെടുപ്പുകൾ കാണാത്ത വിധത്തിലുള്ള ഒരു ആവേശം, ഒരു താല്പര്യം ആളുകളുടെ മുഖത്ത് പ്രകടമായിരുന്നു. ഇത് നൽകുന്ന സൂചന ഭരണമാറ്റമാണ് എന്ന് UDF അവകാശപ്പെടുന്നു, അല്ല എന്ന് LDF പറയുന്നു. പക്ഷേ പൊതുവായി ഉള്ള വിലയിരുത്തൽ ഒരു ഭരണമാറ്റത്തിന് സൂചന തന്നെയാണ് എന്നാണ്. അതിൽ രസകരമായ ഒരു സംഗതി, ഇന്നലെ പോളിംഗ് കഴിഞ്ഞ വൈകുന്നേരം എന്നെ ഒരു മുൻ ചീഫ് സെക്രട്ടറി വിളിച്ചു. അദ്ദേഹം എന്നോട് ചോദിച്ചു, ജോണേ, ഈ എക്സിറ്റ് പോള് റിസൾട്ട് എന്നാ വരിക? ഞാൻ പറഞ്ഞത്, ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ ആസാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ പോളിംഗ് കൂടെ കഴിഞ്ഞിട്ട് ഇത് മെയ് ആദ്യം 1-2 വരിക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതല്ല, നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ എക്സിറ്റ് പോൾ കേരളത്തിൽ അത് ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ശ്രമിച്ചാൽ ഒരുപക്ഷെ അത് അറിയാൻ പറ്റില്ലേ എന്താണ് റിസൾട്ട് എന്നുള്ളത്. കാരണം എക്സിറ്റ് പോൾ റിസൾട്ട് മിക്കവാറും ശരിയായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല, അങ്ങേക്ക് എന്തിനാണ് ഇത്ര നേരത്തെ ഇത് അറിയുന്നത്? മെയ് 1 വരെ കാത്തിരുന്നുകൂടെന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി അതെന്നെ ഞെട്ടിച്ചു. അദ്ദേഹം പറഞ്ഞത്, പിണറായി പോവുമോ ഇല്ലയോ, അത് മൂന്നാമതും വരുമോ എന്ന് എനിക്ക് അറിയണം. ഞാൻ ചോദിച്ചാൽ എന്തിനാ അറിയുന്നത്? അങ്ങേക്ക് പിണറായി വന്നാലും പോയാലും എന്താണ്, അങ്ങയുടെ പെൻഷൻ തടയപ്പെടുന്നില്ല, അങ്ങേക്കെതിരായിട്ട് LDF സർക്കാരിൻ്റെ കേസൊന്നുമില്ല, UDF സർക്കാർ വന്നിട്ട് അങ്ങേക്ക് പുതിയ പദവിയും വേണ്ട, പിന്നെ അങ്ങേക്ക് എന്തിനാണ് ഇങ്ങനെയൊരു പ്രത്യേക താല്പര്യം? അപ്പോൾ അദ്ദേഹം എന്നെ പറഞ്ഞത് എന്നെ ഞെട്ടിച്ചു. അദ്ദേഹം പറഞ്ഞത്, പിണറായി മൂന്നാമതും വരുന്നു എന്നുള്ളത് എനിക്ക് എൻ്റെ ഉറക്കം കെടുത്തുന്ന കാര്യമാണ്. ഞാൻ ഒരു മുൻ ചീഫ് സെക്രട്ടറി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. പക്ഷെ അതേസമയം തന്നെ ഞാൻ കാണുന്നൊരു സംഗതി, കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടയിൽ ഞാനൊരു 8 നിയമസഭാ തെരഞ്ഞെടുപ്പുകളെങ്കിലും കണ്ടതാണ്. അത്ര തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പും കണ്ടതാണ്. ഒട്ടേറെ മുഖ്യമന്ത്രിമാരെ കണ്ടു. നായനാര്, പിന്നെ VS അച്യുതാനന്ദൻ, UDFൻ്റെ ഭാഗത്ത് ഉമ്മൻചാണ്ടി, കരുണാകരൻ, ഇവരുടെയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, എതിർപ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും പാർട്ടിക്ക് അതീതമായിട്ടുള്ള ഒരു ഇഷ്ടവും ഇവരോടൊക്കെ ഉണ്ടായിരുന്നു. ആളുകൾക്കൊരു സ്നേഹവും സൗഹാർദ്ദവും ഒരു ഇതുണ്ടായിരുന്നു. ഇവരൊന്നും ആളുകൾ അങ്ങനെ അങ്ങ് വെറുത്തിരുന്നില്ല. രാഷ്ട്രീയമായിട്ട് വെറുപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനതീതമായിട്ടുള്ള ഒരു സ്നേഹവും, പ്രത്യേകിച്ച് നായനാരോടൊക്കെ ഉള്ള ഒരു സ്നേഹം, അച്യുതമേനോൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തോടുള്ള സ്നേഹം, അതൊക്കെ ഇറ്റ് ഇസ് കട്ടിങ് അക്രോസ് ദി പാർട്ടി ആൻഡ് കമ്മ്യൂണിറ്റി. അപ്പം ഇത് എന്തൊരു ഇതാണ് ഞാൻ അന്നേരം ആലോചിച്ചു. അപ്പം ഒരു കാര്യം, അത് പിണറായി വിജയൻ, ഇടത് മുന്നണി സർക്കാർ മാറണം എന്നുള്ളതിനപ്പുറത്തേക്ക് പിണറായി വിജയൻ മാറണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ആളുകളിൽ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അതേസമയം തന്നെ പിണറായി വിജയനെ അതേ തരത്തിൽ പിണറായി വിജയനെ ഇഷ്ടപ്പെടുന്ന, പിണറായി വിജയൻ തിരിച്ചുകൊണ്ടെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു ഭാഗം വേറെയും ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ വെറുക്കുന്നവരുടെ വെറുപ്പ് കൂടുതലായി വരുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നത് പിണറായി വിജയൻ്റെ ധാർഷ്ട്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ നിന്നൊക്കെ ഉണ്ടായതായിരിക്കാം. എന്തായാലും മൂന്നാമതൊരു മുന്നണിയിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മൂന്നാമതും LDF വരികയാണെങ്കിൽ, പിണറായി വിജയൻ ഒരിക്കലും കഴിഞ്ഞ 2 ടേമിലെ പിണറായി വിജയൻ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹം കുറച്ചുകൂടെയൊക്കെ മാറും. അദ്ദേഹത്തിന് പ്രായം അതിൻ്റെ ഘടകമാണ്. എന്തായാലും ഇതാണ് മനസ്സിൽ, ഇപ്പോൾ ഒരു മുൻ ചീഫ് സെക്രട്ടറിയുടെ മനസ്സിൽ പോലും ഇതാണെങ്കിൽ, പിണറായി വിജയൻ മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനതയുടെ വികാര പ്രകടനമാണോ ഇന്നലത്തെ പോളിംഗിൽ കണ്ടത് എന്ന് സംശയം തോന്നാതെയില്ല. എന്തായാലും പോളിംഗ് ശതമാനവും പ്രത്യേകിച്ച് നമുക്കറിയാം, വടക്കൻ ജില്ലകളിൽ, പ്രത്യേകിച്ച് കാസർഗോഡ് മുതൽ ഇങ്ങോട്ടുള്ള 5 ജില്ലകളിൽ പോളിംഗ് ശതമാനം 80-ന് മുകളിൽ, അല്ല 79-ന് മുകളിലാണ്. ചില ജില്ലകളിൽ 80-ന് മുകളിലാണ്. പിന്നെ താഴോട്ട് വന്നാൽ തെക്കൻ ജില്ലകളിൽ അത് താഴോട്ട് വന്ന 70, 76, 77 അങ്ങനെ പോകുന്നു. എറണാകുളത്ത് മാത്രമാണ്
ഈ വടക്കൻ ജില്ലയോട് തുല്യമായിട്ടുള്ള ഒരു പോളിംഗ് ശതമാനം കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും വടക്കൻ ജില്ലകളിൽ വലിയൊരു മാറ്റം വരുമെന്നും അത് ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമായിരിക്കും എന്നുള്ള സൂചനയാണ് നൽകുന്നത്. തെക്കൻ ജില്ലകളിൽ എന്താണ് അതിനനുസൃതമായി സംഭവിക്കാൻ പോകുന്നുള്ളത് ഇനിയും വിലയിരുത്തപ്പെടേണ്ട കാര്യമാണ്. എന്തായാലും ഇനിയുള്ള ഏകദേശം ഒരു മാസത്തോളം ഇനി കണക്കൂട്ടലുകളുടെയും അവകാശവാദങ്ങളുടെയും സമയമാണ്. എന്തായാലും ഭരണമാറ്റം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ചർച്ചാ വിഷയമായിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മെയ് 4 വരെ കാത്തിരിക്കാം.